ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഈസി ആട്ടോ, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിന് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യമേ തന്നെ കട്ട് ബീഡാണ് ആദ്യമേ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ ക്രിസ്റ്റൽ ഉണ്ട്, പിന്നെ ഷുഗർ ബീഡ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സീക്വൻസ്, കപ്പ് സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു കപ്പ് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ഇവിടെ സർദോസി എടുക്കുന്നുണ്ട്. അപ്പോൾ സർദോസി നമുക്ക് മേടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ ഒരു തിന്നായിട്ടുള്ളൊരു സൂചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഫാബ്രിക് ഗ്ലൂ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യമേ നമ്മളൊരു സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ കപ്പ് സീക്വൻസ് വയ്ക്കുക. അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഗോൾഡൻ കളറിലെ കപ്പ് സീക്വൻസ് ആണ്. അപ്പോൾ നമ്മളത് അവിടെ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്യാൻ മറക്കല്ലേ, മേളിലും താഴെയും കൂടെ സ്റ്റിച്ച് ഇടണം. അപ്പോൾ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ഇടണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത സീക്വൻസ് വെക്കുക. ഒന്നിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ സീക്വൻസിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ അടുത്ത സീക്വൻസ് വെക്കുക, കപ്പ് സീക്വൻസ് വെക്കുക. സിമ്പിളാട്ടോ, ഭയങ്കര എളുപ്പമാണ്. നമ്മളിങ്ങനെ കപ്പ് സീക്വൻസ് വെക്കുക കേട്ടോ. നമ്മൾ രണ്ട് സ്റ്റിച്ച് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയാണ്, കുറച്ച് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആദ്യമേ വെച്ച് കപ്പ് സീക്വൻസിൻ്റെ മേളിലാണ് നമ്മൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കട്ട് ബീഡ്സ് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. രണ്ട് കട്ട് ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ഇടുക. അതിനുശേഷം ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി എടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ അവിടെ കുറച്ച് അത് മാറാതെ അവിടെ ഇരിക്കും കേട്ടോ, കുറച്ച് ഉറപ്പായിട്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ഷുഗർ ബീഡ് ആഡ് ചെയ്യുക കേട്ടോ. ഒരു ഷുഗർ ബീഡ്, ഞാൻ ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെ നമുക്ക് ഇങ്ങനെ വരും. ഇതുപോലെ നമ്മൾ അടുത്ത രണ്ട് സൈഡിലും ചെയ്യണം കേട്ടോ. അടുത്ത രണ്ട് സൈഡിൽ കുറച്ച് സ്പേസ് ഇട്ട് രണ്ട് ഷുഗർ ബീഡ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെ രണ്ട് ഷുഗർ ബീഡ് നമ്മൾ എടുത്തു. സൂചിയിൽ കയറ്റിയിട്ട് നമ്മളതേ അവിടെ സ്റ്റിച്ച് ഇടുക. കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഒരു വി ഷേപ്പ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് ഷുഗർ ബീഡ് നമ്മൾ ആഡ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഇടുക. രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഷുഗർ ബീഡും കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഏത് ഡ്രസ്സാണോ യൂസ് ചെയ്യുന്നത് ആ ഡ്രസ്സിന് അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് ഇണങ്ങുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ബീഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഗോൾഡൻ കളറാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നത് ഇത് ഡാർക്ക് കളേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിലായിരിക്കും കുറച്ചും കൂടെ ഈ വർക്ക് എടുത്തറിയുന്നത്. നമ്മൾ ലൈറ്റ് കളേഴ്സ്, അതായത് ക്രീം, വൈറ്റ് ലൈറ്റ് കളേഴ്സിലുള്ള മെറ്റീരിയൽസിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടെ ഡാർക്ക് കളേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും എൻ്റെ കുറച്ചും കൂടെ ഭംഗി വരുന്നത്. അങ്ങനത്തെ അടുത്ത സൈഡിൽ നമ്മളിതേ ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് കട്ട് ബീഡ്സ് ഒരു ഷുഗർ ബീഡ് എന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഭയങ്കര ഈസി ആട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന സൂചി ഭയങ്കര തിന്നായിട്ടുള്ള സൂചിയാണ്. ഈ വർക്കിന് ഏറ്റവും തിന്നായിട്ടുള്ള സൂചിയായിരിക്കും നല്ലത്. കാരണം നമ്മൾ സർദോസി വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർദോസി എന്ന് പറയുന്നത് ഭയങ്കര ഫൈനായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൂചിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെ ഞാൻ എല്ലാ സൈഡിലും ഇതുപോലെ നമ്മൾ ചെയ്യുക കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കൊരു എട്ടുകാലിയുടെ ഒരു ഫീൽ വരും. പക്ഷേ ഒരു ഫ്ലവർ ഷേപ്പിലൊക്കെ വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ അതിൻ്റെ പുറകിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. നമ്മുടെ സ്റ്റിച്ച് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് ടൈറ്റായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് കെട്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് ഇനിയാണ് നമ്മൾ സർദോസി വെച്ച് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർദോസി നമുക്ക് മേടിക്കുമ്പോൾ നീളമുള്ള സർദോസിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളിനി സർദോസി വെച്ചുള്ള വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മളിത് സൂചി ബാക്കിയുള്ള റിമൈനിങ് സ്പേസിലാണ് നമ്മൾ സർദോസിയുടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ സൂചി നമ്മളിപ്പം സ്റ്റിച്ച് എടുത്ത സ്ഥലത്ത് തന്നെ വേണം സർദോസി കയറ്റിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ഇടാൻ. അപ്പോൾ അതേ നമ്മൾ സർദോസി കയറ്റിയിട്ടുണ്ട്. സർദോസി കണ്ടില്ലേ, ഭയങ്കര തിന്നായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൂചിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മളിതേ സർദോസി കയറ്റി. ഇനി എവിടെയാണോ നമ്മൾ ആ സ്റ്റിച്ച് ഇട്ടത് അതിൻ്റെ അവിടെ തന്നെ നമ്മൾ സ്റ്റിച്ച് കുത്തി ഇറക്കുക കേട്ടോ. നമ്മൾ സൂചി അവിടെ തന്നെ കുത്തി ഇറക്കുക. അപ്പം നമുക്കൊരു യു ഷേപ്പ് പോലെ നമ്മുടെ സർദോസി വരും. യു ഷേപ്പ് പോലെ ഇങ്ങനെ വരും കണ്ടോ, ഇതുപോലെ നമുക്ക് യു ഷേപ്പിൽ വരും. എന്നിട്ട് അതവിടെ ഇരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്തൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. ആ യു ഷേപ്പിൻ്റെ അകത്തൂടെ വേണം അടുത്ത സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് അവിടെ അതിൻ്റെ സ്ഥലത്ത് സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ. അത് ഞാനിപ്പോൾ ഞാൻ കാണിക്കുന്നതാണ്. അതിൻ്റെ നടുക്കൂടെ ആ യു ഷേപ്പിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് സൂചി കയറ്റിയിട്ട് നമ്മൾ അതവിടെ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പുറത്തോട്ടൊരു സ്റ്റിച്ച് ഇടുക. യു ഷേപ്പിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തോട്ടൊരു സ്റ്റിച്ച് ഇടുക. അപ്പോൾ ദേ കണ്ടോ, സെക്യൂർ ആയിട്ടിരിക്കുന്നുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ യു ഷേപ്പ് കിട്ടിയില്ലേ, ആ യു ഷേപ്പിൻ്റെ നടുക്കൂടെ നമ്മൾ സൂചി കയറ്റുക. എന്നിട്ട് അടുത്ത സർദോസി ഇടുക. അപ്പോൾ നമുക്കൊരു വൈ ഷേപ്പ് എന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാൻ കാണിക്കാം, ഇങ്ങനെ നമുക്ക് കിട്ടുവേ. അപ്പോൾ അതെ അടുത്ത സർദോസി ഇങ്ങനെ കിട്ടും. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കേണ്ട സർദോസിയാണ്. അപ്പോൾ അതെ ആ യു ഷേപ്പിൻ്റെ പുറത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ഇടുക. കണ്ടോ, ഇങ്ങനെ വരും. ഇത് നമ്മൾ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഷേപ്പ് വരേണ്ടത്. നമുക്കൊരു വൈ ഷേപ്പ് പോലെ വന്നു കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ചെയ്യുക. നമ്മൾ സർദോസി കയറ്റുക, പിന്നെ നമ്മൾ നൂല് കയറ്റിയ ആ സ്റ്റിച്ചിൽ തന്നെ വേണം അടുത്ത സ്റ്റിച്ച് ഇടാൻ. ആ സ്റ്റിച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ദേ അവിടെ തന്നെ ഞാൻ സൂചി കുത്തി ഇറക്കി നമുക്കൊരു യു ഷേപ്പ് കിട്ടും. യു ഷേപ്പ് മുമ്പ് ചെയ്ത പോലെ തന്നെ പിന്നീട് റിപ്പീറ്റ് ചെയ്യുക. ആ യു ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ നമ്മളിപ്പോൾ ബെൻഡ് ചെയ്തിരിക്കുന്ന അവിടെ അതവിടെ നിന്ന് അനങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പം എവിടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദേ ഞാനൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദേ സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഏതെങ്കിലും ത്രെഡ് സെൻറ്ററിലോ അല്ലെങ്കിൽ ത്രെഡ് ഹൗസിലോ എവിടെയെങ്കിലൊക്കെ പോയാൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളും കൂടാണ്. നിങ്ങളുടെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിലും പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ ഇതുപോലത്തെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഒരു പാർട്ടി വെയർ ലുക്കൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, നമ്മുടെ ബ്ലൗസിലും നമ്മളെ കുർത്തീസിലും ഡ്രസ്സിലൊക്കെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോകും. കുറച്ച് ടൈമും എഫേർട്ടും പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സൂപ്പറായിട്ട് ചെയ്യാം. ലാസ്റ്റ് സർദോസിയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ നമ്മുടെ സർദോസി അവിടെ സ്റ്റിച്ച് കുത്തി ഇറക്കുക. അപ്പം നമുക്കൊരു യു ഷേപ്പ് കിട്ടും. ആ യു ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു തയ്യലും കൂടെ ആ സർദോസിയുടെ പുറത്തൂടെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം വേറൊരു സർദോസി എടുത്തിട്ട് ആ മേളി വരുന്ന 2 ഗ്യാപ്പിൻ്റെ ഇടയ്ക്കൂടെ നമ്മളൊരു സർദോസി ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിതേ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു തയ്യൽ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേരെ വരുന്ന ഒരു സർദോസിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആ കപ്പ് സീക്വൻസ് വെച്ചില്ലേ, കപ്പ് സീക്വൻസ് അതിൻ്റെ നടുക്ക് നമ്മളിനി 2 ക്രിസ്റ്റൽ ആഡ് ചെയ്യാൻ പോവാണ്. ക്രിസ്റ്റൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുതുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ചെറിയ ക്രിസ്റ്റലാണ് ഉള്ളത്. അപ്പം നമ്മൾ പുറകിൽ തയ്യലൊക്കെ ഇടുവാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പം ഒന്നെങ്കിൽ നിങ്ങൾ ഗോൾഡൻ കളറിലെ ത്രെഡ് വെച്ച് ചെയ്യുക. നമുക്ക് ഗോൾഡൻ കളറിലെ ത്രെഡൊക്കെ നമുക്ക് ഓരോ ത്രെഡ് ഷോപ്പിൽ പോയാൽ കിട്ടും. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളറിലെ ത്രെഡ് ഇല്ലാത്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് മെറ്റീരിയലാണോ ചെയ്യുന്നത് ആ മെറ്റീരിയലിൻ്റെ സെയിം കളറിൽ വരുന്ന ത്രെഡ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ ക്രിസ്റ്റൽ ആഡ് ചെയ്യുവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്.
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്ലൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ആ 2 കപ്പ് സീക്വൻസിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ടൂൾ വെച്ച് നമുക്ക് ചെറിയ ബീഡ്സ് ഒക്കെ വയ്ക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഫസ്റ്റ് ക്രിസ്റ്റൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്രിസ്റ്റൽ ആ കപ്പ് സീക്വൻസിനെ നടുക്കായിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്.